തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. എന്നാ വേഗം ഇറങ്ങിക്കോ, നാളെ യാത്ര പോണ്ടതല്ലേ. നിങ്ങള് ശ്രദ്ധിച്ചു പോയിട്ട് വരണേ. ഓക്കെ ഓക്കെ ആന്റി. ബൈ, ഗുഡ് നൈറ്റ്. ബൈ, ഗുഡ് നൈറ്റ്. ഓ, ഇവരെല്ലാവരും ഏർക്കാടിലേക്ക് ഫാമിലി ടൂർ പോവാണല്ലേ. ഈ സമയത്ത് എന്തേലും ഒന്ന് പ്ലാൻ ചെയ്യണമല്ലോ. അച്ഛൻ ഗെയിം കളിക്കട്ടെ? കണ്ണ് കേടാവൂടാ, എപ്പോഴും ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കരുത്. അച്ഛാ, ഒരേ ഒരു പ്രാവശ്യം അച്ഛാ, പ്ലീസ് വേണ്ട. അച്ഛാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നോട്. നിനക്ക് ആ പുതിയ ഫ്രണ്ടിനെ ഇഷ്ടമായോ? അതെ അച്ഛാ, അവര് നല്ല ഫ്രണ്ടാ അച്ഛാ. ഓഹോ, അതെന്ത് വെച്ചാ പറയുന്നത്? 0 മാർക്കിൽ കിടന്ന എന്നെ 100% വാങ്ങിപ്പിച്ചില്ലേ? അപ്പൊ അവര് ഗ്രേറ്റ് അല്ലേ? എല്ലാവരും എന്നെ കളിയാക്കിയതല്ലേ? ദേവിയാനി അച്ഛമ്മ കളിയാക്കി, തേനും കളിയാക്കി, വലിയച്ഛനും കളിയാക്കി, നമ്മുടെ വീട്ടിലൊരു കൊടവേറിനില്ലേ, അവനും എന്നെ കളിയാക്കിയില്ലേ? അച്ഛനും കൂടി എന്നെ കളിയാക്കിയല്ലേ? എന്നെ ഇവിടെ ആർക്കും വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ആന്റി എനിക്ക് വിശ്വാസം തന്ന് കൂടുതൽ മാർക്ക് വാങ്ങിപ്പിച്ചില്ലേ? അപ്പൊ ഒരു ഗ്രേറ്റ് അല്ലേ? അപ്പൊ നീ പഠിച്ചു വാങ്ങിയതല്ല, അവര് കാരണമാണ് നിനക്ക് കിട്ടിയത്. അങ്ങനെയല്ല, അവര് പറഞ്ഞു തന്നതുപോലെ ഞാൻ പഠിച്ചു, അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത്. അച്ഛാ, ഫോണും താ അച്ഛാ. നാളെ ഞങ്ങൾ ഏർക്കാട് പോവാ. നീ വരുന്നുണ്ടോ ഇല്ലയോ? ഈ ട്രിപ്പ് നിനക്ക് വേണ്ടിയാ ഞാൻ പ്ലാൻ ചെയ്തത്. പോയി കിടന്ന് ഉറങ്ങുക, റെസ്റ്റ് എടുക്കുക. ഓക്കെ അച്ഛാ. അപ്പൊ അച്ഛനോ? ഞാൻ വരാടാ, നീ പോയി ഉറങ്ങും. ഞാൻ എന്തൊരു ഗ്ലാമറാ, ജോലിയില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. അമ്മ ഇതെന്താ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങി നടക്കുന്നേ? എന്താ കാര്യം? ചോദിച്ചു നോക്കാം. ഇനി പുതിയ വല്ല ഐഡിയ ഇടുകയാണോ? എടാ, എന്തിനാടാ എന്റെ പുറകെ മണം പിടിച്ചുകൊണ്ട് വരുന്നേ? അതാ ഞാനും അങ്ങോട്ട് ചോദിക്കുന്നേ. അമ്മ എന്തിനാ വെറുതെ ചുറ്റിക്കറങ്ങി നടക്കുന്നേ? എന്താണ് ഇത്ര വലിയ ആലോചന? അതൊന്നുമില്ലടാ. ഒന്നുമില്ലാത്തോണ്ടാണ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നേ? അല്ല, ശരിയാ, പ്രായമായില്ലേ, ഇടയ്ക്ക് നടക്കുന്ന നല്ല BP ഷുഗർ ഒക്കെ കുറഞ്ഞോളും. ഓ, ഇങ്ങനെ ഭ്രാന്തനെ പോലെ സംസാരിക്കാതെ പറയണത് അങ്ങോട്ട് കേക്ക്. എന്നാ വേഗം പറ, എന്താ? നാളെ നിന്റെ അളിയൻ, അതായത് നമ്മുടെ വിക്രം, അവരുടെ കുടുംബം മുഴുവൻ ഏർക്കാടിലേക്ക് പോവാണെന്ന് കവിൻ പറഞ്ഞിട്ടാ ഞാൻ ഈ കാര്യം അറിഞ്ഞത്. ഓ, അവരുടെ കൂടെ ഇപ്പോ അമ്മയും പോവാന്ന് പ്ലാൻ ചെയ്യാണോ? വട്ട, ഞാൻ എന്തിനാണ് അവരുടെ കൂടെ പോകുന്നേ? നമ്മള് നിലയും കൂടി അവരുടെ കൂടെ പറഞ്ഞയച്ചാ എങ്ങനെ ഉണ്ടാവൂന്ന് ആലോചിക്കാം. ഈ ആലോചന എന്തായാലും കൊള്ളാം. അയച്ചോ. ഞാൻ പറഞ്ഞയക്കണമെന്ന് വിചാരിച്ച് നടക്കോ കാര്യങ്ങള്? വിജയം അതിന് സമ്മതിക്കണ്ടേ? ഇങ്ങനൊരു ദൂരയാത്ര രണ്ടുപേരും കൂടി നടത്തുമ്പോ നിലയും വിക്രമും തമ്മില് നല്ലൊരു സ്നേഹവും വാത്സല്യം ലാളനയും ഒക്കെ ഉണ്ടാവും. നിലയില്ലാതെ വിക്രമിന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. അതുപോലെ തന്നെ വിക്രമിനെ കാണാതെ നിലയ്ക്കും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പോഴേ എനിക്ക് ഈ കുട്ടികളെ വെച്ച് നിന്റെ ചേച്ചിയെ അളിയനെയും ഒന്നിപ്പിക്കാൻ പറ്റൂ. അതൊക്കെ കറക്റ്റ് തന്നെയാ, അമ്മ പറയുന്ന മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ എന്താ വേണ്ടേ? നിലമോളെ അങ്ങോട്ട് വിടാൻ വേണ്ടി ചേച്ചിയെ കൊണ്ട് സമ്മതിപ്പിക്കണം, അത്രയല്ലേ ഉള്ളൂ. നിന്റെ ചേച്ചിയെ സമ്മതിപ്പിക്കുന്നത് അവിടെ ഇരിക്കട്ടെ. എന്നാ അവര് നിലയെ കൂട്ടിക്കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കണ്ടേ? അതിനാ എനിക്കൊരു ഐഡിയ കിട്ടാത്ത. നമ്മള് പോയിട്ട് നിലയെ കൂട്ടിക്കൊണ്ടു പോവാൻ പറയുന്നത് ശരിയല്ലല്ലോ, അതാ ആലോചിക്കുന്നെ. എന്താടാ മിണ്ടാതിരിക്കുന്നെ? എന്തേലും ഒരു ഐഡിയ പറയടാ. അമ്മേ നിക്കമ്മേ, ഞാൻ ആലോചിക്കട്ടെ. കിട്ടി. അമ്മേ, ചെവിങ് അന്നേ. എടാ, സൂപ്പറാടാ. താങ്ക് യു സോ മച്ച്. എന്നെ സമ്മതിച്ചേ പറ്റൂ.
പറയാമേ. മോനിപ്പോ എന്തെങ്കിലും ജോലി തിരക്കിലാണോ? ശല്യം ചെയ്യുന്നുണ്ട് ഞാൻ.